പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേർന്നു. നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതോടെ പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകും. മറ്റന്നാൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, വലിയ പ്രതീക്ഷയോടെ രാജ്യം ഈ ഇടക്കാല ബജറ്റിനെ ഉറ്റുനോക്കുന്ന സാഹചര്യം എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്താണ്? കൂടുതൽ വിവരങ്ങൾ. ലക്ഷ്മി, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് മറ്റന്നാൾ ഫെബ്രുവരി 1-ാം തീയതി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായി നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളിലും നയപ്രഖ്യാപന പ്രസംഗം നടത്തും. രാവിലെ പരമ്പരാഗത രീതിയിലാകും അശ്വരൂഢ സേനയുടെ അകമ്പടിയിൽ രാഷ്ട്രപതി ഭവനിൽ നിന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ദ്രൗപദി മുർമു എത്തുക. മറ്റന്നാൾ 11 മണിക്കാണ് ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുകയാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പല വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്യുകയും അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഭാരതത്തെ മാറ്റുന്നതിലൊക്കെ നിർണായകമായ ഒരു സർക്കാരാണ്. അതിനാൽ ആ സർക്കാരിന്റെ രണ്ടാം കാലഘട്ടത്തിലെ അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ നിർണായക പ്രഖ്യാപനം ധനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ വിളിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സെഷൻ ആയിരിക്കണം ഇത് എന്നും ആരോഗ്യപരമായ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ചർച്ചകൾ കൊണ്ട് സമ്പന്നമായിരിക്കണം ഈ ഒരു സെഷൻ എന്ന രീതിയിലുള്ള ആഹ്വാനമാണ് ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയത്. ലക്ഷ്മി.